Hello students, so now we are going to start our new chapter. So we all have discussed about nutrition in plants, is it? Now we are going to discuss about in some of the case in nutrition, how nutrition are enriching in the case of animals. So now we are going to discuss about the chapter nutrition in animals. So by thinking about the nutrition, what are the sources that we attain about nutrition? What are the main components that is attained for nutrition? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ന്യൂട്രീഷൻ ഇൻ ആനിമൽസ്. ഇസ് ഇറ്റ് ഓക്കെ? So we know that again in case of plants and animals, both of these organisms possess nutrition. അല്ലേ? ന്യൂട്രീഷൻ ഇല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ അവർക്ക് ഗ്രോത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുമോ, ലൈഫ് എക്സിസ്റ്റൻസ് ഉണ്ടാവുമോ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. അപ്പോൾ വി ആർ ഗോയിങ് ഡയറക്ട്ലി ടുവേഴ്സ് ന്യൂട്രീഷൻ ആൻഡ് കൺസിഡറിങ് ദർ വാരിയേഷൻസ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Okay, so my dear students, take your notebook and write down the important points related to this chapter. Okay, so notebook edukka, pen edukka, important points markya. So now we are going to learn about nutrition. Okay, you ready? Okay, see, plants make their food by the process of photosynthesis. By the process of എന്താണ്? ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്ലാന്റ്സ് മേക്ക് ദെയർ ഫുഡ് ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അല്ലേ മക്കളെ? ബട്ട് ആനിമൽസ് കനോട്ട് മേക്ക് ദെയർ ഫുഡ് ദംസെൽസ്. അല്ലേ? അതായത് പ്ലാന്റ്സിന് എന്തുണ്ട്? പ്ലാന്റ്സ് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. Is it? But in case of animals, by എന്താണ്? ഫോട്ടോസിന്തസിസ് വഴി. Synthesis. But in case of animals, they cannot prepare their own food. Animalsന് they cannot prepare their own food. അല്ലേ? അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? ആനിമൽസ് ഗെറ്റ് ദ ഫുഡ് ഫ്രം പ്ലാന്റ്സ്. അല്ലേ? അപ്പോൾ ആനിമൽസ് എന്താ ചെയ്യുക? അവർക്ക് അവരുടെ ഫുഡ് പ്ലാന്റ്സിൽ നിന്ന് അവർ കൺസ്യൂം ചെയ്യും. അല്ലേ? അപ്പോൾ പ്ലാന്റ്സിനെ ഉപയോഗിച്ചിട്ട് അവരവരുടെ ഫുഡ് കഴിക്കുന്നു. അല്ലേ മക്കളെ? സോ സം ആനിമൽസ് ഈറ്റ് പ്ലാന്റ്സ് ഡയറക്ട്ലി. അല്ലേ? സോ ആനിമൽസ് എന്ത് ചെയ്യും? ഫുഡിന് വേണ്ടിയിട്ട് പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യും. അല്ലേ? അപ്പോൾ ഡയറക്ട്ലി കഴിക്കും. ഡയറക്ട്ലി അവർ പ്ലാന്റിനെ കഴിക്കും. അല്ലേ? സോ ദേ ക്യാൻ ഡയറക്ട്ലി കഴിക്കാൻ പറ്റും. ആൻഡ് while some animals eat plants eating animals. So while some animals eat plant eating animals, and also thus animals get their food from plants either directly or indirectly. Directly or അല്ലെങ്കിലോ indirectly or പ്ലാന്റ്സിന് അവരുടെ ഫുഡ് എവിടെ നിന്ന് കിട്ടും? പ്ലാന്റ്സിന്. ആനിമൽസിന് അവരുടെ ഫുഡ് എവിടെ നിന്ന് കിട്ടും? പ്ലാന്റ്സിൽ നിന്ന് കിട്ടും. സോ ആനിമൽസിന് ഫുഡ് എവിടെ നിന്ന് കിട്ടും? പ്ലാന്റ്സിൽ നിന്ന്. എങ്ങനെ കിട്ടും? ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. അല്ലേ? ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആണ് അവർക്ക് ഫുഡ് കിട്ടുക. മനസ്സിലായോ മക്കളെ കോൺസെപ്റ്റ്? സോ എന്താണ്? പ്ലാന്റ്സ് മേക്ക് ദെയർ ഫുഡ് ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. ക്ലിയർ അല്ലേ? അല്ലേ? നൗ ബട്ട് ആനിമൽസ് cannot make their food by themselves. അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. Animals get their food from plants. Some animals eat plants directly while some animals eat plants എങ്ങനെയാണ്? ഇൻഡയറക്ട്ലി ആയിട്ട് കഴിക്കും. either directly or indirectly. ഓക്കെ അല്ലേ? Now see, ഇനി നോക്കാം. All organisms require food for survival and growth. അപ്പോൾ ഗ്രോത്ത് ആൻഡ് സർവൈവലിന് ആനിമൽസിന് ഫുഡ് കമ്പൽസറി ആണ്. നമ്മുടെ കേസിന് ആലോചിച്ചാൽ മതി. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഫുഡ് നോക്കുക? നമുക്ക് ആനിമൽസിന് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, മെയിൻലി നമ്മൾ പ്ലാന്റ്സിന് തന്നെയാണ് കൺസ്യൂം ചെയ്യാറ്. അല്ലേ? നമ്മൾ പ്ലാന്റ്സ് ആണ് നമുക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഫുഡ് എന്ന് പറയാം. അല്ലേ മക്കളെ? The requirement of nutrients, mode of intake of food and its utilization in our body collectively is known as എന്താണ്? ന്യൂട്രീഷൻ. അപ്പോൾ ഇതൊക്കെ ശരിയാണ്, ഫുഡൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് പറയേണ്ടത് ന്യൂട്രീഷൻ. അവിടെയാണ് നമുക്ക് എന്ത് വേണ്ടത് മക്കളെ? ന്യൂട്രീഷൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് പഠിക്കേണ്ടത്. എന്താണ്? റിക്വയർമെന്റ് ഓഫ് ന്യൂട്രിയൻസ്, മോഡ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ബൈ ദ ബോഡി കളക്റ്റീവ്ലി ഈസ് നോൺ ആസ് ന്യൂട്രീഷൻ. എന്താണ്? മോഡ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡ്. എന്താണ്? മോഡ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡ് ആൻഡ്
its utilization is collectively known as എന്താണ് നമ്മൾ വിളിക്കുക, എന്താ നമ്മൾ അതിനെ വിളിക്കുക, ന്യൂട്രീഷൻ. We call it as what? എന്താ നമ്മൾ വിളിക്കുന്നത്, ന്യൂട്രീഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അത് നമ്മൾ എന്ത് വിളിക്കും മക്കളെ, ന്യൂട്രീഷൻ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കും. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? We call them as ന്യൂട്രീഷൻ. ഓക്കെ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ. സോ എന്താണ് റിക്വയർമെന്റ് ഓഫ് ന്യൂട്രിയൻസ്, മോഡ് ഓഫ് ഇൻടേക്ക് of food and its utilization in the body is collectively known as എന്താണ് മക്കളെ, ന്യൂട്രീഷൻ. അതിനെ കളക്റ്റീവ്ലി നമ്മൾ എന്താ വിളിക്കും, ന്യൂട്രീഷൻ എന്ന് നമ്മൾ വിളിക്കും. അതിനെ കളക്റ്റീവ്ലി നമ്മൾ എന്താ വിളിക്കുക, ന്യൂട്രീഷൻ എന്ന് വിളിക്കുക. Plants make their food by process of photosynthesis, but animals cannot make their food by themselves. അല്ലേ, animals get their food from എവിടെ നിന്നാണ് കിട്ടുക, പ്ലാന്റ്സിൽ നിന്ന്. Some animals eat plants directly while some of them directly or indirectly പ്ലാന്റ്സിലേക്ക് എത്തിപ്പെടും. All organisms require food for survival and growth. സർവൈവ് ചെയ്യാനും ഗ്രോത്തിനും വേണ്ടിയും പ്ലാന്റ്സിന് ഫുഡ് ആവശ്യമാണ്. Mode of intake of food and its utilization in the body is collectively known as nutrition. Concept okay അല്ലേ മക്കളെ? So I hope the concept is clear for you. Is it clearly? So we have discussed about the nutrition. Okay, now we can just move to the next part. Animal nutrition includes what all things, that is nutritional requirement, mode of intake and utilization by the body. എന്തൊക്കെയാണ് ആ തരംതിരിച്ച് നമുക്ക് പറയാം. ഒന്ന് ന്യൂട്രീഷൻ റിക്വയർമെന്റ്, എന്ത് തരത്തിലുള്ള ന്യൂട്രീഷനാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യം, ആ തരത്തിലുള്ള ന്യൂട്രീഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. മോഡ് ഓഫ് ഇൻടേക്ക്, ഏത് രീതിയിലാണ് നമ്മളത് ഇൻടേക്ക് ചെയ്യുന്നത്, നമ്മൾ കഴിക്കുകയാണോ അല്ലെങ്കിൽ ചൂയിങ് ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെയാണ് ത്രൂ ബോഡിയാണോ, അത് എങ്ങനെയാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്, ആ കാര്യം നമ്മൾ അറിയണം. എങ്ങനെയാണ് ഇൻടേക്ക് ചെയ്യുന്നത് നോക്കണം. യൂട്ടിലൈസേഷൻ ബൈ ദ ബോഡി, ഇനി എങ്ങനെയാണ് അത് ബോഡി എടുക്കുന്നത്, ആ ഫുഡൊക്കെ കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണ് ബോഡി ഏറ്റെടുത്ത് അതിന് പ്രവർത്തനമായിട്ട് മാറ്റുന്നത്, അതിന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിനി നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? ഓക്കെ. essential nutrients. What are the essential nutrients മക്കളെ? എന്തൊക്കെയാണ് ന്യൂട്രിയൻസിന് എസെൻഷ്യൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ്? The essential nutrients are എന്താണ്? നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലേ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദ ഫോം ഓഫ് എന്താണ്, ഗ്ലൂക്കോസ് എന്ന രീതിയിൽ നമുക്ക് എൻറിച്ച്മെന്റ് ആയിട്ട് കിട്ടും. സോ വി ഹാവ് കാർബോഹൈഡ്രേറ്റ്സ്. നമുക്ക് എന്തുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഇല്ലേ മക്കളെ? ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ വൺ ഓഫ് ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് അല്ലേ. പിന്നെ നമുക്ക് എന്തുണ്ട്, ഫാറ്റ് ഉണ്ട്. സോ ഫാറ്റ് ആണ്, അത് ഇൻ ദ ഫോം ഓഫ് ഓയിൽ ആവാം. എന്ത് രീതിയിൽ നമുക്ക് ഫാറ്റ് നമ്മുടെ ബോഡിയിലേക്ക് എൻറിച്ച്മെന്റ് ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് വേണ്ടേ നമുക്ക് ബോഡിക്ക്, മസിൽ ഗ്രോത്തിനും ഒക്കെ എന്ത് വേണം, മസിൽ ഗ്രോത്തും കാര്യങ്ങൾക്കൊക്കെ പ്രോട്ടീൻ ആവശ്യം ആണ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസ് മിനറൽസ് ഒന്നിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് എന്താണ്, ബോഡിയിലെ മിനറൽ കോമ്പൗണ്ട്സിൻ്റെ ന്യൂട്രിയൻസ് ആയിട്ട് അവ നിലനിന്നാൽ മാത്രമാണ് ബോഡിയിലെ പ്രോപ്പറായിട്ട് സ്മൂത്ത് ഫങ്ഷനിങ്ങിലെ സഹായിക്കുള്ളൂ. സോ വൈറ്റമിൻസ് ആൻഡ് ന്യൂട്രിയൻസ് ആർ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇൻറ്റഗ്രൽ പാർട്ട്. സോ ദീസ് ആർ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? വി നീഡ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. I hope the concept is clear for you. Concept clear അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. ഓക്കെ. Now the mode of intake of food vary in different organism. ഓരോരോ ഓർഗാനിസത്തിൽ അതിന്റെ മോഡ് ഓഫ് ഇൻടേക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കറിയാം ഓരോ ഓർഗാനിസം ഓരോരോ അതിന്റെ മോഡ് ഡിഫറെൻ്റ് ആയിട്ടല്ലേ കാണിക്കുക. അത് ഫുഡ് കഴിക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സി ച്യൂയിങ്, നമ്മുടെ ഹ്യൂമൻസിനെ കേസ് നമ്മൾ ചവച്ചരിച്ച് കഴിക്കും. സ്നെയിൽസിലൊക്കെ ച്യൂയിങ് ആണ്. പിന്നെ സ്വാലോയിങ് വിഴുങ്ങുക. ബേർഡ്സ് ഒക്കെ അങ്ങനെ വിഴുങ്ങും അല്ലേ? ദേ ഡോണ്ട് ഹാവ് മച്ച് ടീത്ത്. സോ സ്വാലോയിങ് എന്ന കേസ് ഉണ്ടാവും. സ്ക്രാപ്പിംഗ് എന്ന് പറയും. സ്ക്രാപ്പിംഗ് എന്ന് പറയാം. നമുക്ക് ഇങ്ങനെ പല്ലിങ്ങനെ ഉണ്ടാവും. അത് ആൻസിൻ്റെ കേസിൽ രണ്ട് ഇതിൻ്റെ ഫേസ് ഇങ്ങനെ ഇതിൽ രണ്ട് ബിക്സ് ഉണ്ടാവും. ഓക്കെ, അത് വെച്ചിട്ടാണ് അത് ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ടാണ് അത് വയലേക്ക് എത്തിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നൗ വി ഹാവ് സക്കിങ്. തേനൊക്കെ കുടിക്കുമ്പോൾ സക്ക് ചെയ്തെടുക്കും. അതുപോലെ തന്നെ സക്കിങ് അല്ലെങ്കിൽ സൈംഫോണി, നമ്മുടെ കൊതുകൊക്കെ വലിച്ചെടുക്കല്ലേ, ആ രീതിയൊക്കെയാണ് നമുക്ക് പറയാം. അപ്പം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ച്യൂയിങ് ഉണ്ട്, ച്യൂയിങ്, പിന്നെ സ്വാലോയിങ്, സ്ക്രാപ്പിംഗ്, സക്കിങ്.
അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ജസ്റ്റ് നോക്കാം. ഓക്കെ, സക്കിംഗ് ഉണ്ട്, അതേപോലെ സെഫോണിങ് ആൻഡ് ബ്രൂയിങ് എന്ന് പറഞ്ഞ അടുത്തൊരു സാധനമുണ്ട്. ബ്രൂയിങ് നമ്മുടെ ഈച്ചയൊക്കെ വന്ന് അത് നമുക്കൊരു മുറിവൊക്കെ ഉണ്ടാക്കും ഈച്ചയൊക്കെ വന്നിട്ട്. ഓക്കെ, നമ്മുടെ ബൈറ്റിംഗ് എന്ന രീതിയിൽ നമുക്ക് പറയാം, അതിനെ ബ്രൂയിങ് നമുക്ക് പറയാം. ഓക്കെ, സോ സക്കിംഗ് ഉണ്ട്, പിന്നെ ബ്രൂയിങ് എന്ന് പറഞ്ഞൊരു അടുത്തൊരു ടേം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഇവിടെ കിട്ടുന്നില്ലേ? ഓക്കെ, നൗ സി ന്യൂട്രീഷൻ ഇൻ സ്റ്റാർഫിഷ്. ഇനി നമുക്ക് കടക്കേണ്ടത് സ്റ്റാർഫിഷിൽ എങ്ങനെയാണ് ന്യൂട്രീഷൻ കിട്ടുന്നത്. സ്റ്റാർഫിഷിൻ്റെ കേസിലാണ് നമ്മൾ ന്യൂട്രീഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സോ ഹൗ ന്യൂട്രീഷൻ വി ആർ ഗെറ്റിംഗ് ത്രൂ സ്റ്റാർഫിഷ്. സ്റ്റാർഫിഷിന് എങ്ങനെയാണ് നമുക്ക് ന്യൂട്രീഷൻ കിട്ടുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ശ്രദ്ധിക്കാം. ഫീഡ്സ് ഓൺ ആനിമൽസ് കവേർഡ് ബൈ ഹാർഡ് ഷെൽസ്. They feed on എന്താണ്? They feeds on animals covered by hard shells. Hard shells covered animals അത് feed ചെയ്യുന്നുണ്ട് അല്ലേ? Starfish pops out its stomach through its mouth to eat the soft animal inside the shell. Starfish poops out its stomach through എന്താണ്? Mouth. Through മൗത്തിലൂടെ സ്റ്റൊമക്കിനെ റിലീസ് ചെയ്യുന്ന രീതി. And soft animals inside the shell. ഷെല്ലിന് ഇൻസൈഡിൽ അവർ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. Stomach then go back into the body. The food is slowly digested. അതായത് ഒരു റീജിയനിൽ നിന്ന് അതിൻ്റെ സ്റ്റൊമക്കിലെ ഫുഡ് അബ്സോർബ് ചെയ്തിട്ട് അത് തിരിച്ചും അവിടുന്ന് ഡൈജഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള രീതിക്കാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാർഫിഷിൻ്റെ മെയിൻ ആയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. സോ ന്യൂട്രീഷൻ ഇൻ സ്റ്റാർഫിഷ് ക്ലിയർ ആണോ മക്കളെ? എന്താണ് ന്യൂട്രീഷൻ്റെ? ഫീഡ്സ് ഓൺ എന്താണ്? ഫീഡ്സ് ഓൺ ആനിമൽസ് കവേർഡ് ബൈ ഷെൽസ്. അതായത് ഹാർഡ് ഷെൽസ് കൊണ്ട് കവേർഡ് ചെയ്ത ആനിമൽസ് ഉണ്ടാവില്ലേ, നമ്മുടെ അങ്ങനെയുള്ള എന്താ പറയുക, അങ്ങനെയുള്ള ആനിമൽസും ഓർഗാനിസത്തിനൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഫീഡ് ചെയ്യുന്നത്. അവരൊക്കെയാണ് മെയിനായിട്ട് അവർ കഴിക്കാൻ ശ്രമിക്കുന്നത്. സ്റ്റാർഫിഷ് പോപ്സ് ഔട്ട് ഇറ്റ്സ് സ്റ്റൊമക്ക് ത്രൂ ഇറ്റ്സ് മൗത്തിലൂടെ അത് പോപ്പ് ഔട്ട് ചെയ്യും. സ്റ്റൊമക്കിന് നേരെ വായിലൂടെയൊക്കെ പുറത്തിടും. എന്നിട്ട് ഈറ്റ് ദ സോഫ്റ്റ് ആനിമൽ ഇൻസൈഡ് ദ ഷെൽ. ആ ഷെല്ലിനുള്ള അകത്തുള്ള ആനിമൽ അതിനെ സുഖമായിട്ട് കഴിച്ചിട്ട് അത് അവിടെ നിന്ന് തന്നെ ഗോ ബാക്സ് ടു ദ ബോഡി. ദ ഫുഡ് ഇസ് സ്ലോലി ഡൈജസ്റ്റഡ്. എന്നിട്ട് സ്റ്റൊമക്ക് തിരിച്ച സ്ഥാനത്തേക്ക് തന്നെ പോയി അതിൻ്റെ ഡൈജഷൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എവിടെ സ്റ്റാർഫിഷിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂട്രീഷൻ ഇൻ സ്റ്റാർഫിഷ് ഇസ് ക്ലിയർ ഫോർ യു. ന്യൂട്രീഷൻ ഇൻ സ്റ്റാർഫിഷ് ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്.